എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ +2 യോഗ്യതയുള്ളവർക്ക് വിവിധ പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. ടിക്കറ്റ് ക്ലാർക്ക് ഉൾപ്പെടെ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ മിനിസ്ട്രി ഓഫ് റെയിൽവേ RRB ആണ് ഇപ്പോൾ NDPC നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ +2 യോഗ്യതയുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത്. തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, ട്രെയിൻസ് ക്ലർക്ക്, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ഇത്രയും തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 20 ആണ്. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ പോസ്റ്റ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കാണ്. ശമ്പളം ലഭിക്കുന്നത് 21,700 രൂപയാണ്. പ്രായപരിധി 18 മുതൽ 33 വയസ്സ് വരെയാണ്. വേക്കൻസി ആകെ 2022 വേക്കൻസിയാണ് വരുന്നത്. അടുത്തത് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ്. ശമ്പളം ലഭിക്കുന്നത് 19,900 രൂപയായിരിക്കും. പ്രായപരിധി 18 മുതൽ 33 വയസ്സ് വരെയാണ്. വേക്കൻസി 361 ആണ്. അടുത്ത പോസ്റ്റ് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ്. ശമ്പളം ലഭിക്കുന്നത് 19,900 രൂപ തന്നെയാണ്. പ്രായപരിധി 18 മുതൽ 33 വയസ്സ് വരെയാണ്. വേക്കൻസി 990 ആണ്. അടുത്ത തസ്തിക ട്രെയിൻസ് ക്ലർക്കാണ്. ശമ്പളം ലഭിക്കുന്നത് 19,900 രൂപയാണ്. പ്രായപരിധി 18 മുതൽ 33 വയസ്സ് വരെയാണ്. 72 വേക്കൻസിയാണുള്ളത്. ആകെ 3,445 വേക്കൻസിയാണുള്ളത്. അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഈ എല്ലാ തസ്തികകളിലേക്കും അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത എന്ന് പറയുന്നത്, ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആണ്. +2 പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. ഒരു കാൻഡിഡേറ്റിന് ഒരു RRBയിലേക്ക് മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത്. പ്രായപരിധി നമ്മൾ പറഞ്ഞു, 18 മുതൽ 33 വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത്. കൂടാതെ SC/ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും ഏജിൽ ഇളവുണ്ട്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാം ഉണ്ട്. എക്സാം ഫീസ് എത്രയാണെന്ന് നോക്കാം. SC/ST കാറ്റഗറിക്കും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും 250 രൂപയാണ് എക്സാം ഫീസ് വരുന്നത്. ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും 500 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. ഇതിൽ 400 രൂപ റീഫണ്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അതായത് എക്സാം അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 400 രൂപ റീഫണ്ട് കിട്ടുന്നതായിരിക്കും. സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാം ഉണ്ട്. എക്സാമിന് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേജിൽ വരുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിനകത്ത് വരുന്നത് ജനറൽ അവയർനെസ് 40 മാർക്കിന്, മാത്തമാറ്റിക്സ് 30 മാർക്കിന്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 30 മാർക്കിന്, അങ്ങനെ ആകെ 100 മാർക്കിനായിരിക്കും എക്സാം വരുന്നത്. ഓരോ സബ്ജക്റ്റിൻ്റെയും സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് സ്റ്റേജ് വരുമ്പോഴത്തേക്കും സബ്ജക്ട്സ് വരുന്ന സെയിം തന്നെയാണ്, പക്ഷേ മാർക്ക് വ്യത്യാസമുണ്ട്. ജനറൽ അവയർനെസ് 50 മാർക്കിന്, മാത്തമാറ്റിക്സ് 35 മാർക്കിന്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 35 മാർക്കിന്, അങ്ങനെ 120 മാർക്കിനായിരിക്കും എക്സാം വരുന്നത്. അതിൻ്റെയും സിലബസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ബാക്കി തസ്തികകൾക്കൊന്നുമില്ല. പക്ഷേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതായത് 1 മിനിറ്റിൽ 30 വേർഡ്സ് ടൈപ്പ് ചെയ്യണം. അതായിരിക്കും ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഡിഫറൻസ് വരുന്നത് നോക്കാം. തസ്തികകൾ നോക്കിയാൽ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, അതുപോലെ തന്നെ ട്രെയിൻസ് ക്ലർക്ക് ആണെന്നുണ്ടെങ്കിൽ എക്സാം മാത്രമേ വരുന്നുള്ളൂ, മെയിൻ എക്സാം മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ടൈപ്പിസ്റ്റ് പോസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് പരീക്ഷ മലയാളത്തിൽ എഴുതാനായിട്ട് കഴിയുന്നതായിരിക്കും. മലയാളം ലാംഗ്വേജും ഉണ്ട്. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് നോക്കാം. അപേക്ഷിക്കുന്നത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ ആദ്യമേ സൈറ്റിൽ കയറുക. എന്നിട്ട് അവിടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ കിട്ടും. അത് ഫില്ല് ചെയ്യുക, ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക, രജിസ്റ്റർ ചെയ്യുക, വെരിഫൈ ചെയ്യുക, ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഈ നോട്ടിഫിക്കേഷനകത്ത് വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഏത് വെബ്സൈറ്റാണ് നിങ്ങൾക്ക് ഏത് RRBയിലേക്കാണ് അയക്കേണ്ടത് ആ RRBയുടെ സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷകൾ അയക്കാവുന്നതാണ്. തിരുവനന്തപുരമാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതുണ്ടെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ സൈറ്റ് rrbtiruvananthapuram.gov.in ആണ്. ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷകൾ അയക്കാവുന്നതാണ്. തിരുവനന്തപുരം RRBയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേക്കൻസി വരുന്നത് അൺറിസർവ്ഡ് 1563, SC 504, ST 311, OBC 762, EWS 305, ഇങ്ങനെയാണ് വേക്കൻസി വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. തിരുവനന്തപുരത്തേക്കാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 20 ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത്. +2 യോഗ്യത മാത്രം മതി. +2 ഉള്ളവർക്ക് ഇപ്പോൾ റെയിൽവേയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. മറ്റു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.